നമസ്കാരം, എല്ലാവർക്കും ഷേർലീസ് മൈക്രോ കിച്ചൻ കാശ്മീർ വ്ളോഗിലേക്ക് സ്വാഗതം. പെട്ടെന്ന് പ്ലാൻ ചെയ്യാത്തൊരു യാത്രയായിരുന്നു ഞങ്ങൾക്ക് ഈ കാശ്മീർ യാത്ര. ഭൂമിയിലെ സ്വർഗം എന്നാണല്ലോ കാശ്മീർ അറിയപ്പെടുന്നത്. അപ്പോൾ അവിടുത്തെ ഓരോ ഫ്രെയിമുകൾ അത്രയേറെ മനോഹരമാണ്. അതുകൊണ്ട് തന്നെ കാശ്മീർ യാത്ര ഞാനൊരു സീരീസ് ഓഫ് വ്ളോഗായിട്ട് ചെയ്യാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ ഇപ്പം നമ്മളുള്ളത് ശ്രീനഗറിലാണ്. കാശ്മീരിൻ്റെ ഒരു പകൽ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ ഏർലി മോർണിംഗ് ഫ്ലൈറ്റാണ് ബുക്ക് ചെയ്തത്. ട്രിവാൻഡ്രം, ഡൽഹി, ശ്രീനഗർ. ഇപ്പോൾ ശ്രീനഗർ എയർപോർട്ടിൽ നമ്മളൊരു 11:30 ആയപ്പോൾ എത്തിയിട്ടുണ്ട്. ശ്രീനഗർ എയർപോർട്ട് വളരെ ചെറിയൊരു എയർപോർട്ടാണ്. പറയത്തക്ക പ്രത്യേകതകളൊന്നും ശ്രീനഗർ എയർപോർട്ടിനില്ല. പുറത്ത് ഞങ്ങളെ കാത്ത് ഞങ്ങളുടെ കാശ്മീരി ഡ്രൈവർ മക്ബൂൽ പേരൊക്കെ എഴുതിയ ബാനറുമായിട്ടൊക്കെ നിൽപ്പുണ്ട്. അപ്പോൾ നമ്മളൊരു ഇന്നോവ കാറാണ് ചൂസ് ചെയ്തത് നമ്മുടെ കാശ്മീർ യാത്രയ്ക്ക് വേണ്ടി. അപ്പം നമ്മുടെ കാറിലേക്ക് നമ്മുടെ ലഗേജൊക്കെ അവർ കയറ്റി വെക്കുവാണ്. അപ്പോൾ അതിന് ശേഷം നമ്മൾ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ഒരു സിം എടുക്കുന്ന പരിപാടിയായിരുന്നു. അപ്പോൾ കാശ്മീരിൽ ആദ്യമായിട്ട് ചെല്ലുന്നവർ ചെയ്യേണ്ട ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത് ഒരു സിം എടുക്കുക എന്നുള്ളതാണ്. കേരളത്തിൽ നിന്നുള്ള നോർമൽ സിം യൂണിയൻ ടെറിട്ടറിയായ നമ്മുടെ ജമ്മു ആൻഡ് കാശ്മീരിൽ വർക്ക് ചെയ്യില്ല ഡ്യൂ ടു സെക്യൂരിറ്റി റീസൺസ്. അപ്പോൾ പക്ഷേ നമ്മുടെ പോസ്റ്റ് പെയ്ഡ് സിമ്മുകൾ വർക്ക് ചെയ്യും BSNLൻ്റെ. അല്ലാതെ വേറെ ജിയോയുടേതോ അങ്ങനെയുള്ള പോസ്റ്റ് പെയ്ഡ് ഒന്നും വർക്ക് ചെയ്യില്ല. BSNL ആണെങ്കിൽ മാത്രം വർക്ക് ചെയ്യും. ഞങ്ങൾ ഓഗസ്റ്റ് ലാസ്റ്റ് വീക്കാണ് കാശ്മീരിൽ ഇപ്പോൾ എത്തിയത്. അപ്പോൾ അവിടുത്തെ ക്ലൈമറ്റ് എന്ന് പറഞ്ഞൊരു ഏകദേശം 23 ഡിഗ്രിയാണ് നമ്മൾ ഇറങ്ങിയപ്പോൾ കാണിച്ചത്. ചൂടൊന്നുമില്ല. അപ്പം നമ്മുടെ ഡ്രൈവർ പറഞ്ഞായിരുന്നു ഞങ്ങൾ വരുന്നതിന് 2 ദിവസം മുമ്പ് മഴയൊക്കെ പെയ്ത് ക്ലൈമറ്റ് തണുപ്പിലേക്ക് കയറാനുള്ള മഴയായിരുന്നു അത്. അപ്പം നമ്മളിപ്പം ഡാൽ ലേക്കിൻ്റെ സൈഡിൽ കൂടാണ് പോകുന്നത്. ഒരു ഏകദേശം 7.5 കിലോമീറ്റർ നീളമുണ്ട് ഡാൽ ലേക്കും. അപ്പം സ്റ്റാർട്ടിങ് മുതൽ എൻഡ് വരെ ഹൗസ് ബോട്ടുകളാണ് നിങ്ങൾക്ക് കാണാം. കാശ്മീർ യാത്രയിൽ പ്രത്യേകിച്ച് ശ്രീനഗറിലെ ഏറ്റവും പ്രശസ്തമായൊരു ടൂറിസ്റ്റ് സ്പോട്ടാണ് ഡാൽ ലേക്ക്. അപ്പോൾ ഈ തടാകത്തിലൂടെയുള്ള ഷിക്കാര റൈഡ് ഭയങ്കര പ്രശസ്തമാണ്. അപ്പോൾ ഈ ഷിക്കാര എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലെ ഒരു ചെറുവള്ളം എന്നൊക്കെ പറയാം. അപ്പോൾ ഒരു കുറച്ചും കൂടെ ഒരു കാശ്മീരി രീതിയിൽ ഒരു മുകളിലേക്കൊക്കെ വെയിലടിക്കാതൊക്കെ രീതിയിൽ അവർ പണിതിട്ടുണ്ട്. ഈ 7.5 കിലോമീറ്റർ ലേക്കിന് ഒരു 30 ഘാട്ടുണ്ട്. ഈ ഷിക്കാര വന്ന് അടുക്കുന്ന സ്ഥലം, അതായത് ഒരു ഡോക്കിംഗ് ഏരിയ എന്നൊക്കെ പറയാം. നമ്മുടെ നാട്ടിലെ ബോട്ട് ജെട്ടി പോലെ ഈ ഷിക്കാരയിൽ കയറുന്നതും ഇറങ്ങുന്നതും ഒക്കെ ഈ ഘാട്ട് വഴിയാണ്. ഒരു ഏകദേശം ഞാൻ നേരത്തെ പറഞ്ഞു എന്ന് തോന്നുന്നു ഒരു 10-25 ഘാട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് താമസിക്കാനുള്ള ഹൗസ് ബോട്ട് എന്ന് പറയുന്നത് ഘാട്ട് നമ്പർ 19 അങ്ങനെ ഘാട്ട് നമ്പർ 19 അവിടെ കുറേ ഷിക്കാരുകൾ കിടപ്പുണ്ട്. അപ്പം ഏതെങ്കിലും ഒരു ഡ്രൈവർ നമ്മളെ വന്ന് വിളിക്കും. കാരണം 2 റൈഡ് അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്രീ ആണ് എപ്പോഴും. അപ്പോൾ നമ്മളൊരു ഷിക്കാരയിൽ കയറി. ഈ ഷിക്കാരയിലോട്ട് കയറുന്ന വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. ശരിക്കും എനിക്ക് പേടിയായി. കാരണം ഇത് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലതുപോലെ അനങ്ങും. അപ്പോൾ ഒരു വെയിറ്റ് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് അത് അവർ റെഡിയാക്കുന്നത്. ആക്ച്വലി പേടിക്കേണ്ട കാര്യമില്ല. ഫസ്റ്റ് ടൈം നമ്മളിങ്ങനെ കയറുന്നതിൻ്റെ ഒരു ടെൻഷനാണത്. അപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ താമസ സ്ഥലമായ ഹൗസ് ബോട്ടിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഈ ഹൗസ് ബോട്ട് നമ്മൾ മനഃപൂർവ്വം ബുക്ക് ചെയ്തതല്ല. ക്ലബ് മഹീന്ദ്രയുടെ മെമ്പേഴ്സ് ആയതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ എല്ലായിടത്തും അവർക്ക് റിസോർട്ടുണ്ട്. നോർമലി നമ്മൾ താമസിക്കുന്ന മിക്ക സമയങ്ങളിൽ നമുക്ക് അവൈലബിൾ ആണെങ്കിൽ നമ്മൾ ക്ലബ് മഹീന്ദ്രയുടെ റിസോർട്ടുകളും സിറ്റിയിലുള്ള ഹോട്ടൽസൊക്കെയാണ് ബുക്ക് ചെയ്യുന്നത്. അങ്ങനെ ബുക്ക് ചെയ്തതാണ് ഇതും. അപ്പോൾ ഇവിടെ വന്നിട്ട് നമ്മൾ ഡ്രൈവറോട് പറഞ്ഞു നമ്മളെ ക്ലബ് മഹീന്ദ്രയുടെ റിസോർട്ടിൽ കൊണ്ടുപോകാൻ. അപ്പം പുള്ളിയാണ് പറഞ്ഞത് ഇത് റിസോർട്ടല്ല, ഇത് ഹൗസ് ബോട്ടാണെന്ന്. അങ്ങനെ ക്ലബ് മഹീന്ദ്രയുടെ ഹൗസ് ബോട്ടിൽ നമ്മൾ എത്തിച്ചേർന്നു. അവിടെ വലിയ ബാനറൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്, ക്ലബ് മഹീന്ദ്ര എന്നൊക്കെ വെച്ചിട്ട്. അപ്പം നമ്മൾ ബാഗ് അവിടെ വെച്ചിട്ട് അതിൻ്റെ അകത്തേക്ക് കയറി. അപ്പോൾ എന്താണ് ഹൗസ് ബോട്ടിൻ്റെ അകമെന്ന് ശരിക്കും പറഞ്ഞാൽ എനിക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ അകത്ത് കയറിയപ്പോൾ നമ്മൾ മനസ്സിൽ ചിന്തിച്ചതുപോലെ അല്ല നമുക്ക് മനസ്സിലായി. എന്നാലും ഒരു പേടിയുണ്ടായിരുന്നു ഹൗസ് ബോട്ട് എങ്ങനെയായിരിക്കുമെന്ന്. അപ്പോൾ ഒരു കാശ്മീരി രീതിയിൽ ഇൻറ്റീരിയറൊക്കെ ചെയ്തിരിക്കുന്ന ഒരു 6-7 മുറിയുള്ളൊരു വലിയ ഹൗസ് ബോട്ടാണിത്. അപ്പോൾ ഈ ചെറിയൊരു നാരോ പാത്തില്ലേ, അതുവഴിയാണ് ഞങ്ങളുടെ റൂമിലേക്ക് പോകുന്ന വഴി. അപ്പോൾ അങ്ങ് എൻഡിലുള്ളൊരു വലിയ റൂമാണ് അവർ നമുക്ക് അലൊക്കേറ്റ് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ചെല്ലുന്നതിന് മുമ്പ് തന്നെ അവിടുത്തെ ഓണറാണോ എന്നറിയില്ല, അവിടുത്തെ ജോലിക്കാരനെല്ലാം ലൈറ്റൊക്കെ ഓൺ ചെയ്ത് നമ്മളെ അങ്ങോട്ടേക്ക് ക്ഷണിച്ചു. അപ്പോൾ മുകളിലൊക്കെ ഇങ്ങനെ തടി കൊണ്ട് ഇൻറ്റീരിയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരുടെ കേർട്ടൻസ് ആണെങ്കിലും ബാക്കി എല്ലാം ഒരു കാശ്മീരി ടച്ചുള്ള ഇൻറ്റീരിയർ തന്നെയാണ്. ഫുള്ള് ഹൗസ് ബോട്ടും വുഡൻ ഫിനിഷാണ്. അപ്പോൾ ടോയ്ലറ്റ് നമ്മളെ അവർ കാണിച്ച് തന്നിട്ട് പറഞ്ഞു അധികം വെള്ളം തറയിൽ നനയ്ക്കരുത്, ബിക്കോസ് തടി ആയതുകൊണ്ട് തന്നെ ഒന്ന് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണമെന്നൊക്കെ പറഞ്ഞു. താരതമ്യേന ചെറിയ ഒരു ടോയ്ലറ്റായിരുന്നു. അപ്പോൾ നമ്മൾ പെട്ടെന്നൊന്ന് റിഫ്രഷ്ഡായിട്ട് നമ്മൾ വേഗം ഇറങ്ങി. നല്ല വിശപ്പുണ്ട്. അപ്പോൾ നമ്മുടെ കാശ്മീരി ഡ്രൈവർ
അവിടെ കാത്തു നിൽപ്പുണ്ട്. അപ്പോൾ പുള്ളി പറഞ്ഞു അവിടെ നല്ലൊരു റെസ്റ്റോറൻ്റ് ഉണ്ട്, സ്ട്രീം എന്നാണ് പേര്, അവിടെ പോയി കഴിക്കാം, ഒത്തൻറ്റിക് കാശ്മീരി വിഭവങ്ങളൊക്കെ കിട്ടുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളൊരു 10 മിനിറ്റ് ഡ്രൈവ് ചെയ്ത് വീണ്ടും ശ്രീനഗറിൽ വന്ന് ഫുഡ് കഴിക്കുവാണ്. അപ്പോൾ നല്ലൊരു റെസ്റ്റോറൻറ്റ് തന്നെ ആയിരുന്നു അവിടെ. അപ്പോൾ നമുക്ക് എത്രമാത്രം ഒത്തൻറ്റിക്കൊന്നും നോക്കിയെടുക്കാൻ പറ്റിയില്ല, എന്നാലും റോഗൻ ജോഷ് എന്ന് പറയുന്ന മട്ടൻ കറി ഞങ്ങൾ ഓർഡർ ചെയ്തു. നല്ല തണുപ്പുള്ളതുകൊണ്ട് നല്ലൊരു ചൂട് മാഞ്ചോ സൂപ്പ് ഒരു ഭയങ്കര ആശ്വാസമായിരുന്നു ഈ തണുപ്പിന്. അപ്പം ഇത് റോഗൻ ജോഷാണ്. ശരിക്കും പറഞ്ഞാൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള മീറ്റായിരുന്നു. അതുകൂടാതെ നമ്മളൊരു മട്ടൻ്റെ റിബ്സും മേടിച്ചിരുന്നു. അപ്പോൾ ആഹാരമൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പോകുന്നത് മുഗൾ ഗാർഡൻ വിസിറ്റ് ചെയ്യാനാണ്. ശ്രീനഗറിലെ കാണാൻ പറ്റുന്ന അടുത്തൊരു സ്ഥലമാണ് ഈ ഗാർഡൻസ്. 1-2 ഗാർഡനുണ്ട്. ഈ മുഗൾ ഗാർഡനെ നിഷാന്ത് ബാഗ് എന്നും ഒക്കെ അറിയപ്പെടും. അപ്പോൾ നമ്മൾ ഗാർഡൻ സന്ദർശിക്കാൻ കയറി. അവിടെ ഒരു ഭയങ്കര ഏരിയ ആണ്, ഒരുപാട് പൂക്കളും നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടിരിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ്. ഈ ഗാർഡൻ കണ്ട് അവിടെ എല്ലാം നടന്ന് പിന്നീട് അവിടെ ഇതിൻ്റെ അകത്ത് തന്നെ നമുക്ക് കാശ്മീരി ഡ്രസ്സൊക്കെ ഇട്ടിട്ട് നമ്മളെ ഫോട്ടോ എടുപ്പിക്കാൻ ഒരുപാട് ആൾക്കാരൊക്കെ വരും. അപ്പോൾ ആ കലാപരിപാടികളൊക്കെ ഞങ്ങളും ചെയ്തിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ ഗാർഡൻ അവസാനിപ്പിച്ചിട്ട് നമ്മൾ ഇന്ന് വിചാരിച്ചു വെച്ചിരിക്കുന്നത് തിരിച്ച് ഡാൽ ലേക്കിൽ നമ്മുടെ ഘാട്ടിലെത്തി അവിടുന്ന് ഒരു ഘാട്ട് എടുത്തിട്ട് ഫുൾ ലേക്കിലുള്ള ഷിക്കാര റൈഡ് നടത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതൊരു ഏകദേശം 2 മണിക്കൂറിന് നമുക്ക് ഓപ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ 1 മണിക്കൂർ ഓപ്റ്റ് ചെയ്യാം. ഞങ്ങൾ 2 മണിക്കൂർ റൈഡാണ് ഓപ്റ്റ് ചെയ്തത്. ഒരുപാട് ആൾക്കാർ ഡൽ ലേക്കിൽ ഇപ്പം ഇഷ്ടംപോലെ ഷിക്കാരകൾ നമുക്ക് കാണാം. ഇതൊരു താമര ഒരുപാട് വളർന്നു നിൽക്കുന്ന ഏരിയയാണ്. ചില ഭാഗങ്ങളിൽ താമര ഇതുപോലെ അവർ വളർത്തുന്നുണ്ട്. അപ്പം ലേക്കിൽ നിറച്ച ആളുകളുണ്ട്, ഒരുപാട് ഷിക്കാരകളും പോകുന്നത് നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഈ റൈഡിൽ എന്താണ് നമ്മൾ പ്രധാനമായിട്ട് കാണുന്നതെന്ന് വെച്ചാൽ പ്രത്യേകിച്ചൊന്നുമില്ല. ഒരു 6-8 സ്പോട്ടിൽ ഇവർ നമ്മുടെ ഈ ഷിക്കാര കൊണ്ടുവന്ന് അടുപ്പിച്ചിട്ട് ഇന്ന സ്ഥലങ്ങളാണെന്ന് പറയും. അപ്പോൾ അതിനേക്കാൾ ഉപരി നമ്മൾ ഈ 2 മണിക്കൂർ ഇതിൻ്റെ അകത്തുള്ള യാത്ര ഭയങ്കര രസമാണ്. इसको आज मेरे साथ आना है, इसको कश्मीरी सिखाएंगे और बोर्ड देंगे. ഞാനും ഇതുപോലെ ഇപ്പുറത്തെ സൈഡിലിരുന്ന് ബോട്ട് തുഴയുന്നുണ്ട്. പക്ഷേ എനിക്കതിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. എന്നെ വട്ടം ചുറ്റി കുറേ ചെറിയ ചെറിയ ഷിക്കാരകളുണ്ട്. അപ്പോൾ അവർ നമ്മളെ അക്ഷരാർത്ഥത്തിൽ പൂട്ടുമെന്ന് തന്നെ പറയാം. എല്ലാ ഇതുപോലുള്ള ഷിക്കാരകൾ നമുക്ക് ചുറ്റും വന്ന് അവർ നമ്മളെ ഫോഴ്സ് ചെയ്ത് വാങ്ങാൻ. പക്ഷെ നല്ല നല്ല പീസുകളാണ്, നമ്മളതിൽ വീണു പോകും. നമ്മൾ ഡാൽ ലേക്കിലുള്ള വേറൊരു പ്രധാന ആകർഷണമെന്ന് പറയുന്നത് ഫ്ലോട്ടിംഗ് മാർക്കറ്റുണ്ട് അവിടെ. മീന മാർക്കറ്റ് എന്നും പറയും. ഈ ഫ്ലോട്ടിംഗ് മാർക്കറ്റിൽ നമ്മുടെ ഈ ഷിക്കാര പോകും. അപ്പോൾ എല്ലാ കടകളുടെ ഫ്രണ്ടിൽ ഈ ഷിക്കാര അടുത്ത് ആ ഷിക്കാരയിൽ നിന്ന് നമ്മൾ ഇറങ്ങി വേണം ഓരോ കടകളിലും കയറാൻ. അപ്പോൾ അതൊരു ചടങ്ങ് തന്നെയാണ്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഷോപ്പിംഗ് ഒരു പ്രശ്നമല്ലാത്ത ആളായതുകൊണ്ട് നമുക്കൊരു മടിയില്ല എത്ര കടകളിൽ കയറാനും. അപ്പം നമുക്ക് വഴി ചോദിച്ച് പോകാമെന്ന് പറയുന്ന കണക്ക് നമുക്ക് ഷോപ്പ് ചെയ്ത് അങ്ങനെ പോകാം. പാവം പിടിച്ച എൻ്റെ ഷിക്കാര ഡ്രൈവർ എന്നെ എല്ലായിടത്തും കൊണ്ട് നിർത്തിയിട്ട് ഒരു മടിയുമില്ല. അവരെത്ര കടകളിൽ വേണമെങ്കിലും നിർത്തിത്തരും. അപ്പം മെയിൻലി കാശ്മീരി ഷോൾസ്, ജ്വല്ലറി, പിന്നെ ഡ്രൈ ഫ്രൂട്ട്സ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് അവിടെ കൂടുതലുള്ളത്.
അപ്പോൾ ഓരോ കടകളിൽ നിന്ന് നമ്മൾ കയറിയിട്ട് വീണ്ടും ഷിക്കാരയിൽ കയറണം ഇറങ്ങണം, അതൊരു ചടങ്ങാണ്. പിന്നെ എപ്പോഴും ഇന്നത്തെ ദിവസം ഒരുപാട് പ്രാവശ്യം കയറി ഇറങ്ങിയോണ്ട് ആ പേടി ശരിക്കും പറഞ്ഞാൽ മാറി. रोड पे भरोसा कर लो, फिर उसके बाद हमारे ऊपर. ഓക്കെ. Out each thread having symmetry, all threads would be identical in terms of thickness. Okay, one end would be thick, another end would be thin, and the thickness would get respectively from thicker to thinner end. And if you will see the head portion, you will find same as in comb, having tiny teeth. ഡ്രൈ ഫ്രൂട്ട്സും കേസർ, അതായത് നമ്മുടെ കുങ്കുമപ്പൂ ഒക്കെ വിൽക്കുന്ന കടയായിരുന്നു. പക്ഷേ കുങ്കുമപ്പൂ നമ്മളിവിടെ നല്ല വാങ്ങിയത്. ആക്ച്വലി ഇതും ഒതൻറ്റിക്ക് തന്നെയാണ്, പക്ഷെ നമ്മൾ നാളെ ആ സ്ഥലത്തോട്ടാണ് പോകുന്നത്, അതുകൊണ്ട് നമ്മൾ വാങ്ങിയില്ല. ഞാൻ ഈ ഓർഗാനിക് കാശ്മീരികളുടെ ഭയങ്കര ഫേമസ് ആണ് ഖാവ, അപ്പോൾ അത് ഞാൻ കുറച്ച് വാങ്ങിയിട്ടുണ്ട്. രാത്രിയായപ്പോൾ ഡാൽ ലേക്കിൻ്റെ രൂപവും ഭാവവും മാറി. ഭയങ്കര എന്താ പറയുക, ബ്യൂട്ടിഫുള്ളായിട്ടുള്ള സീനുകളാണ് ചുറ്റും ലൈറ്റ്സൊക്കെ ഇട്ടിട്ട്. ഇപ്പോൾ നല്ല രാത്രിയായി, ഞങ്ങൾ ഷോപ്പിങ്ങൊക്കെ അവസാനിച്ചു. ഡാൽ ലേക്കിലൊന്നും ആരെയും കാണുന്നില്ല, എല്ലാ യാത്രക്കാരും അവരവരുടെ സ്ഥലങ്ങളിൽ എത്തപ്പെട്ടു. നമ്മളാന്ന് തോന്നുന്നു ലാസ്റ്റ് യാത്രക്കാർ. അപ്പം ഞങ്ങൾ റിസോർട്ടെന്നേ പെട്ടെന്ന് വായി വരുള്ളൂ, നമ്മുടെ ഹൗസ് ബോട്ടിലേക്കാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഏകദേശം എത്താറായി. कॉल कर देना, मैं खुद आऊँगा, फिर उसके बाद आप देख लेना. മുഷ്കിൽ നയ്യ. ഏകദേശം 10:30 കഴിഞ്ഞു. ഞങ്ങൾക്ക് നല്ല വിശപ്പുണ്ട്. ഹൗസ് ബോട്ടിൽ തന്നെയാണ് നമ്മൾ ഡിന്നർ പറഞ്ഞിരുന്നത്. ഹൗസ് ബോട്ടിൻ്റെ ഓണറിൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഹോം മെയ്ഡ് ഫുഡാണ്. അപ്പോൾ നല്ല ടേസ്റ്റായിരുന്നു, പുലാവ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതിനുശേഷം നമ്മൾ രാത്രിയിൽ കിടക്കാൻ പോയി. ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. നേരം വെളുത്തു. ഇത് ഡേ 2 ആണ്. അപ്പോൾ ഡേ 2 ആയിട്ട് നല്ല വെളിച്ചമൊക്കെ കയറി. ഒരു ഏകദേശം 7:30 ആയിട്ടുണ്ട്. നമ്മൾ അല്പം ഒന്ന് വൈകി എഴുന്നേക്കാൻ. അപ്പോൾ വീണ്ടും ബോട്ടിൽ തന്നെയാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് പറഞ്ഞത്. അപ്പം ടോസ്റ്റഡ് ബ്രെഡും പൂരിയും പിന്നെന്താണ് അവരുടെ ആലു കറി ഭയങ്കര ടേസ്റ്റായിരുന്നു കേട്ടോ. ഇത് കാശ്മീരി ഉപ്പുമാവാണ്, ഭയങ്കര ടേസ്റ്റാണ്. നമ്മൾ ഉണ്ടാക്കുന്ന കണക്കല്ല, അവർ കുറച്ചും കൂടെ നല്ല നനഞ്ഞ ഉപ്പുമാവാണ്, അതെൻ്റെ ഫേവറേറ്റാണ്. അപ്പോൾ നമ്മൾ 7:30 ചെല്ലാമെന്ന് പറഞ്ഞിട്ട് ഷിക്കാര റൈഡേഴ്സൊക്കെ വന്ന് നിൽപ്പുണ്ട്. ആദ്യം രാവിലെ തന്നെ ഡാൽ ലേക്കിലെ കച്ചവടക്കാരൊക്കെ സജീവമായിട്ടുണ്ട്. എന്നെ കണ്ടുകൊണ്ട് ഒരു ജ്വല്ലറി വിൽപ്പനക്കാരൻ ഹൗസ് ബോട്ടിലോട്ട് വിളിച്ചിട്ട് എൻ്റെ അടുത്തോട്ട് വന്നിട്ടുണ്ട്. നൈനെ ജാനായ അബി अब बैठो 2 मिनट, मतलब शिकारा भी है, आराम शिकारा से आ रहा, हाँ। देखो कुछ उसको कितना है वो बोलो. ये सब ट्राई को नहीं वो निकालो आप हाँ, ज्यादा रेट नहीं बोल सकते. മൂൺ സ്റ്റോൺ ആണ്. പുള്ളിയുടെ മിഷൻ സക്സസ് ആയി. ഞാൻ പുള്ളിയുടെ നിന്ന് 2-3 സെറ്റൊക്കെ വാങ്ങി. അപ്പോൾ നമ്മുടെ ഷിക്കാര റെഡി ആയിട്ടുണ്ട്. ഞങ്ങളെ കണ്ടിട്ട് പൂ വിൽക്കാൻ പോകുന്ന ഷിക്കാര തിരിച്ച് ഞങ്ങളുടെ അടുത്തേക്ക് വരുന്നുണ്ട്. कहने मतलब हमारे पास वित्त. मैंने अभी लैंग्वेज चेंज किया, हम मलयाली में बोलते वित्त है मेरे पास. लेने चलते चलते दिखाऊंगा वित्त. हम वापस आएगा उसी टाइम परचेस करेगा. अभी ले जाना. फूल नहीं बोल रहे हैं हम, वित्त बोल रहे हैं, सीड्स. അപ്പോൾ നമ്മുടെ ഈ ഷിക്കാരയിലെ കച്ചവടവും പുള്ളിയുടെ മിഷൻ സക്സസ് ആയി. ഞങ്ങൾ വിത്ത് വാങ്ങി. പുള്ളി ഞങ്ങൾക്ക് 2 ഫ്രീ താമരപ്പൂവൊക്കെ തന്നു, എനിക്കും അഹനയ്ക്കും. അപ്പോൾ ഞങ്ങളും ഹാപ്പിയായി. അതിനുശേഷം നമ്മുടെ ഷിക്കാര പൊക്കോണ്ടേ ഇരിക്കുകയാണ്. പക്ഷേ കലിപ്പുകൾ ഇവിടെ നിന്നും കൊണ്ട് തീരുന്നില്ല. വീണ്ടും അടുത്ത 2 സെറ്റ് ഷിക്കാരക്കാർ നമ്മളെ വട്ടമിട്ട് ചുറ്റി പിടിച്ചിട്ടുണ്ട്. എന്താവും നോക്കാം. ബൈ ബൈ. बाय बाय, सी यू नेक्स्ट टाइम. हां, ഓക്കെ. ये चांद का रोशन चेहरा, जुल्फों का रंग सुनहरा, ये चांद से नीली आंखें, कोई राज ये उनमें गहरा तारी. കാശ്മീരികളുടെ ലോക്കൽ ഡ്രിങ്കാണ് ഖാവ. പക്ഷെ ഭയങ്കര ടേസ്റ്റാണ്. അവർ തേങ്ങാപ്പീര ഒരു പ്രത്യേക രുചിയാണ്. അപ്പോൾ അത് നമ്മൾ വാങ്ങിച്ചു. ഈ കച്ചവടം കഴിഞ്ഞപ്പോഴത്തേക്ക് അടുത്ത ഷിക്കാര എത്തി. सेट विद इयरिंग्स. बिरलेगा आज नहीं, छोड़ो, जाना है ना. ये चलता है मैडम, ये क्या हम भी थोड़ा सा कमाएगा ना, हमारा भी थोड़ा. नहीं अभी नहीं. എൻ്റെ പ്രിയപ്പെട്ട വ്യൂവേഴ്സ്, എനിക്ക് പുള്ളിയുടെ കച്ചവട തന്ത്രത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ പറ്റിയില്ല, അല്ലാതെ എൻ്റെ ആഗ്രഹമല്ല കേട്ടോ. എനിവേ ഞാൻ ഈ ബ്യൂട്ടിഫുൾ പീസും വാങ്ങി. ये 4 पीस सेट है. ये वाला अलेक्जेंड्रीन है, ये रोज क्वार्ट्ज है. इसको कितना? ये वाला 2500 रुपीस का सेट 4 पीस. പുള്ളി ഒരു നല്ല കച്ചവടക്കാരനാണ് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ പോകുന്നത് ശ്രീ ശങ്കരാചാര്യ ടെമ്പിളിലേക്കാണ്. തണുപ്പ് കൂടാൻ വേണ്ടിയിട്ടാണ്. ഇന്നിപ്പോൾ മഴയൊക്കെ തുടങ്ങിയിട്ടുണ്ട്, നല്ല തണുപ്പുമുണ്ട്. സമുദ്രനിരപ്പിൽ നിന്നൊരു 1100 ഫീറ്റ് ഉയരത്തിലാണ് ഈ ടെമ്പിൾ സ്ഥിതി ചെയ്യുന്നത്.
സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കീഴിലാണ് ഈ പ്രദേശം ഇപ്പോൾ ഉള്ളത്. അപ്പോൾ സ്ട്രിക്റ്റ് ആയിട്ടുള്ള സെക്യൂരിറ്റി ഉണ്ട്. ഇവിടം വരെ മാത്രമേ കാറ് പോകത്തുള്ളൂ, ബാക്കി നമുക്ക് നടന്നു പോകണം. ഭയങ്കര മഞ്ഞുകൊണ്ട് മൂടിയിരിക്കുകയാണ് ഈ പ്രദേശം. അദ്വൈതത്തിൻ്റെ പിറവിയുള്ള നാട്ടിൽ നിന്ന് വരുന്ന മലയാളികൾ എന്ന നിലയിൽ നമുക്ക് അഭിമാനിക്കാനൊരു കാര്യമുണ്ട്. ശ്രീ ശങ്കരാചാര്യയാണ് ഇവിടുത്തെ ശിവ ടെമ്പിളിലെ ശിവപ്രതിഷ്ഠ സ്ഥാപിച്ചതെന്നാണ് പറയപ്പെടുന്നത്. 8th സെഞ്ച്വറിയിൽ പുള്ളി കാൽനടയായി കേരളത്തിൽ നിന്ന് ഇവിടെ വന്നു എന്നാണ് ചരിത്രം. ഒരു 250 സ്റ്റെപ്സ് നമ്മൾ നടന്ന് കയറി വേണം ശങ്കരാചാര്യ ടെമ്പിളിലെത്താൻ. അപ്പോൾ ഈ കയറുന്ന പരിസരവും ഈ സ്റ്റെപ്പും അവിടുത്തെ ആ ഒരു ലുക്കും എല്ലാം ഭയങ്കരമായിട്ടുള്ളൊരു ഫീലിംഗ് ആണ് എല്ലാവർക്കും. അപ്പോൾ ശ്രീനഗറിൽ പോകുന്ന എല്ലാവരും മസ്റ്റായിട്ട് വാച്ച് ചെയ്യേണ്ട ഒരു സ്ഥലമാണ് ശ്രീ ശങ്കരാചാര്യ ടെമ്പിൾ. അപ്പോൾ ഹിന്ദു റിലീജിയൻ ഫോളോ ചെയ്യുന്നവർക്ക് അവിടെ 1958 ADക്ക് മുമ്പ് പണി കഴിപ്പിച്ച ടെമ്പിളാണെന്നാണ് പറയുന്നത്. അത് കുറേ രാജാക്കന്മാർ ഡിസ്ട്രോയ് ചെയ്തു, പിന്നീട് കുറേ ആൾക്കാർ റീബിൽറ്റ് ചെയ്തു. അപ്പോൾ ഇപ്പോൾ എന്തായാലും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കസ്റ്റഡിയിലാണ് നമ്മുടെ ഈ ടെമ്പിള്. We're finally halfway there. It's nice. Mama, ഇപ്പം നിലവിളി തുടങ്ങിയാണ്. ക്ഷേത്രത്തിൻ്റെ അകത്ത് ഫോട്ടോഗ്രാഫി അലൗഡ് അല്ല, അതുകൊണ്ട് നമുക്ക് കൂടുതൽ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇവിടെ നിന്ന് ശ്രീനഗർ സിറ്റി നല്ലതുപോലെ നമുക്ക് കാണാം. അപ്പോൾ ശ്രീ ശങ്കരാചാര്യ ടെമ്പിളിൻ്റെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. ശ്രീനഗർ സിറ്റിയിലെ മറ്റൊരു അട്രാക്ഷനാണ് ഹസ്രത് ബാൽ ഷ്രൈൻ. ഇതൊരു റിലീജിയസ് പ്ലേസാണ്, എന്നാലും ടൂറിസ്റ്റുകൾ ഒരുപാട് പേര് വരുന്നുണ്ട് ഇവിടെ. നമുക്ക് ജാതിമത ഭേദമന്യേ ഇതിൻ്റെ അകത്ത് പ്രവേശിക്കാൻ പറ്റും. ഇതിൻ്റെ അകത്ത് നിസ്കാരം നടക്കുന്ന സമയത്താണെങ്കിൽ സ്ത്രീകൾക്ക് വേറെ ഇരിപ്പിടവും ആണുങ്ങൾക്ക് വേറെ സ്ഥലത്തൂടാണ് കയറേണ്ടത്. അതിനുശേഷം എല്ലാവർക്കും മൊത്തത്തിൽ നമുക്കിത് ദർഗ ചുറ്റി നടന്ന് കാണാം. നല്ലതുപോലെ പ്ലാൻ ചെയ്യുവാണെങ്കിൽ ശ്രീനഗർ സിറ്റി ഒറ്റ ദിവസം കൊണ്ട് നമുക്ക് കവർ ചെയ്യാം. കാശ്മീരിലെ ശ്രീനഗർ കാഴ്ചകൾ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായി കാണുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക്, കമൻറ്റ്സ്, ഷെയർ ഒക്കെ ചെയ്ത് നിങ്ങൾ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ നമുക്ക് കാശ്മീരിൻ്റെ മനം മയക്കുന്ന ഒരുപാട് കാഴ്ചകളുമായിട്ട് അടുത്ത വ്ളോഗിൽ കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ ഫ്രം ഷേർലീസ് മൈക്രോ കിച്ചൻ.